Aywa. Hello, good morning, good afternoon, good evening, ladies and gentlemen. Welcome to my channel, guys. എന്തൊക്കെയുണ്ട് സുഖമായിരിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. ഗുഡ് ബാഡ് അഗ്ലി GBU സ്റ്റാറിങ് the one and only തല അജിത് കുമാർ. എഴുതിയതും ഡയറക്റ്റ് ചെയ്തതൊക്കെ ആദിക് രവിചന്ദ്രൻ. രാവിലെ ബസ്സൊക്കെ കണ്ടു ഞാൻ, ഉച്ചയ്ക്ക് ആലപ്പുഴ ജിംഖാന കണ്ടു ഞാൻ, 6 മണിക്ക് ഗുഡ് ബാഡ് അഗ്ലി കണ്ടു ഞാൻ. മൊത്തത്തിൽ ക്ഷീണിതനായിട്ടിരിക്കുകയാണ്. 3-4 പടങ്ങളൊക്കെ ഒരു ദിവസം കൊണ്ടുവന്നിട്ട് ഇറക്കി കഴിഞ്ഞാൽ മരണമാസം മിസ്സിംഗ് ആണ്. അപ്പോൾ ഇങ്ങനെ 4-5 ഇറക്കുകയാണെന്നുണ്ടെങ്കിലേ തിയേറ്ററിൻ്റെ അടുത്തൊരു ബെഡ് കൊണ്ടുവന്നിട്ട് ഇടുകയായിരിക്കും നല്ലത്. സൗകര്യമാണ്, സുഖമാണ്. ഓരോന്ന് കഴിഞ്ഞിട്ട് ഇവിടെ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് അങ്ങോട്ട് ചാടിയാൽ മതിയല്ലോ. ഒന്ന് കഴിയുന്നു ഇങ്ങോട്ട് ചാടുന്നു, ഇവിടെ കഴിയുന്നു ഇങ്ങോട്ട് ചാടുന്നു, ഇത് കഴിയുമ്പോഴേക്കും ഇപ്പുറത്തേക്ക് ചാടുന്നു. ഇങ്ങനെ ചാടിക്കളിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോയാൽ മതി. പിന്നെ ഇങ്ങനെ വന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ഇരിപ്പ് ക്ഷീണിച്ചിട്ട്. അയ്യോ, ഞാനിതൊന്നും നെഗറ്റീവായിട്ട് പറഞ്ഞല്ല കേട്ടോ, അങ്ങനെ വിചാരിക്കണ്ട. ഞാൻ വളരെ സന്തോഷത്തിൽ വളരെ ഫണ്ണിയായിട്ട് പറഞ്ഞു എന്ന് മാത്രം. ഇന്നത്തെ ഒരു സാഹചര്യം അങ്ങനെയായിരുന്നു. അപ്പോൾ ഒന്നും വിചാരിക്കരുത്. അപ്പോൾ കാര്യത്തിലേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഗുഡ് ബാഡ് അഗ്ലി ആദിക് രവിചന്ദ്രനെ കുറിച്ച് ഒന്ന് പറയണം. ഈ ചങ്ങാതി അജിത്തിൻ്റെ ഫാനല്ലേ പുള്ളി? ആയിക്കോട്ടെ, നല്ല കാര്യം. പക്ഷേ ഇവളോ പെരിയ ഫാനാണെന്നുള്ളത് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഈ ഒരു സിനിമ കണ്ട സമയത്ത് എന്നടാ പെരിയ ഫാൻ അവൻ, പെരിയ ഫാന്, പെരിയ ഫാൻ അവൻ. കൊമ്പത്തുള്ള ഫാൻ എന്ന് പറയാൻ പറ്റില്ല. കൊമ്പത്തിൻ്റെ അങ്ങ് എങ്കയോ ഇറുക്ക ആകാശത്ത് എവിടെ ഇരിക്കണം, അതും വിട്ടുപോകും. ആകാശത്തിൻ്റെ മുകളിലാണ് തോന്നുന്നുണ്ട്. എന്തൊരു ആക്രാന്തമാണ് ചങ്ങായിക്ക്. ഇങ്ങനെയുണ്ടോ ഒരു ഫാന്? ആക്രാന്തം എന്നൊക്കെ പറഞ്ഞാൽ പീക്ക് ലെവൽ ആക്രാന്തം. ആദിക് രവിചന്ദ്രൻ്റെ മനസ്സിൻ്റെ അകത്ത് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടെന്ന് തോന്നുന്നു. ഭീകരമായ ആക്രാന്തം, അതാണ് ഞാൻ പറഞ്ഞത്. അജിത്തിനെ ഇങ്ങനെ കാണിക്കണം, അങ്ങനെ കാണിക്കണം, ഇങ്ങനെ കാണിക്കണം, ഇങ്ങനെ കാണിക്കണം, ഇങ്ങനെ കാണിക്കണം, അങ്ങനെ കാണിക്കണം, ഈ ഒരു സാധനം, അതാണ് ആക്രാന്തം. അങ്ങനെ മൂപ്പരെ കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം അയാളുടെ ആഗ്രഹവും അയാളുടെ ആക്രാന്തമൊക്കെ ഇതിൻ്റെ അകത്ത് അജിത്തിനെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് ആക്ച്വലി കണ്ടപ്പോൾ തോന്നിയത്. നിങ്ങൾക്ക് എന്ത് തോന്നിയുള്ളതിന് എനിക്ക് അറിയില്ല. ഇതൊന്നും നെഗറ്റീവായിട്ടല്ല കേട്ടോ ഞാൻ പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമ എന്നെ ബോറടിപ്പിച്ചിട്ടൊന്നുമില്ല. ഞാൻ സുഖമായിട്ട് കണ്ടു തീർത്തൊരു സിനിമ. നമുക്കിങ്ങനെ രസത്തിൽ ഇങ്ങനെ കണ്ട് ഇരിക്കാം, മനസ്സിലായ? സുഖമായിട്ട് കണ്ടിരിക്കുക, അതാണ് എനിക്ക് കിട്ടിയ ഫീല് ഗുഡ് ബാഡ് അഗ്ലി. പിന്നെ ഇത് ഭയങ്കരമായ കഥ അല്ലെങ്കിൽ ഭയങ്കരമായ ലോജിക്ക്, ഇതൊന്നും നിങ്ങൾ വിചാരിക്കണ്ട. അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ട് പോകേണ്ട കാര്യമില്ല. ഇതൊരു ഫെസ്റ്റിവൽ മൂഡിൽ അല്ലെങ്കിൽ ഒരു വെക്കേഷൻ ടൈമിൽ നമുക്കൊരു ഫണ്ണൊക്കെ അടിച്ച് വൈബൊക്കെ അടിച്ചിട്ട് പോയി കണ്ടിട്ടൊക്കെ വരാൻ വേണ്ടി പറ്റുന്നൊരു കൈൻഡായിട്ടാണ് ഞാനും ഈ സിനിമയെ അപ്രോച്ച് ചെയ്തത്. അതേ പരിപാടികളൊക്കെ തന്നെയാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് ഇവർ സമ്മാനമായിട്ട് തന്നിരിക്കുന്നത് എന്നാണ് എനിക്ക് ഈ ഒരു സിനിമയെ കുറിച്ചിട്ട് പറയാനുള്ളത്. നമുക്കിങ്ങനെ കണ്ട് സുഖമായിട്ടൊക്കെ ഇങ്ങനെ വരാം, ചില്ലായിട്ടൊക്കെ ഇങ്ങനെ വരാൻ പറ്റുന്നൊരു കൈൻഡ് ഓഫ് സാധനം. ഞാൻ വീണ്ടും പറയണം, ലോജിക്ക്, കഥ അപ്പടിയൊന്നും നിനക്കവേ കൂടാതെ അപ്പടിയൊന്നും ഇതിൻ്റെ അകത്തില്ല. ഇതൊരു ഫാൻ ബോയ് സംഗതി. അത് മാക്സിമം കുറേ എങ്ങനെ ചെയ്ത് വെച്ചിട്ട് അജിത്തിനെ വെച്ചിട്ട്. പിന്നെ അജിത്തിനെ കുറിച്ച് എടുത്ത് പറയേണ്ടത്, മൂപ്പര് ഭയങ്കര എനർജറ്റിക് ആയിരുന്നു കേട്ടോ. ഈ ഒരു സിനിമയ്ക്ക് അത് എടുത്ത് പറയണം, എനർജറ്റിക് ആയിരുന്നു പുള്ളീനെ സ്ക്രീനിൽ ഇങ്ങനെ കാണുന്ന സമയത്ത് തന്നെ നല്ല രസമായിരുന്നു. അടിപൊളിയായിട്ടുണ്ട് പുള്ളി, നല്ല എനർജറ്റിക് ആയിട്ട് നല്ല വൈബിൽ കാണാൻ നിൽക്കുന്നുണ്ട്. പിന്നെ ഈ സിനിമയ്ക്കകത്ത് അജിത്തിൻ്റെ ഇതിന് മുമ്പുള്ള കുറേ സിനിമകളൊക്കെ ഉണ്ടല്ലോ, അടുത്ത കുറേ റെഫറൻസുകൾ, അടുത്ത പല സീനുകളൊക്കെ ഇതിൻ്റെ അകത്തും ചെറുതായിട്ടൊക്കെ ഇങ്ങനെ കാണിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണുന്ന സമയത്തൊരു രസമായിരുന്നു, ഒരു വൈബാണ്, മനസ്സിലായ? അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ഡൈ ഹാർഡ് അജിത് ഫാൻസിനൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവും കേട്ടോ. ഞാൻ ഡൈ ഹാർഡ് അജിത് ഫാനൊന്നും അല്ല, പക്ഷേ അജിത്തിനെ ഇഷ്ടമാണ്. ആ ലെവലിത് കാണുമ്പോൾ പോലും എനിക്ക് രസമായിട്ടാണ് ആക്ച്വലി തോന്നിയത്. പിന്നെ അജിത്തിൻ്റെ ഇതിന് മുമ്പുള്ള സിനിമകളൊന്നും കാണാത്ത ആളുകൾ ഈ ഒരു സിനിമ കാണുന്ന സമയത്തേ എനിക്കറിയില്ല, ഇത്തരത്തിലുള്ള ഇങ്ങനെ പഴയ സിനിമകളുടെ സീനുകളൊക്കെ കാണിക്കുന്ന സമയത്ത് അവർക്കത് കണക്ട് ചെയ്യാൻ പറ്റുമോ, റിലേറ്റ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അവർക്കത് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ടിട്ടുള്ളതുകൊണ്ട് എനിക്ക് അത്തരത്തിലുള്ള സീനുകളൊക്കെ വന്ന സമയത്ത് എനിക്കത് രസമായിരുന്നു. ഈ ഒരു ബിഗ് സ്ക്രീനിൽ ഇങ്ങനെ അജിത്തിൻ്റെ കാണാൻ നല്ല രസമായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇതിൻ്റെ അകത്ത് ബോറടിക്കാനൊന്നും സമയമില്ലടോ. എവിടെ ബോറടിക്കാൻ സമയമില്ല. അത് വെറുതെ പറയണമല്ല, അത് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. അറിയില്ല, എൻ്റെ കാര്യം ഞാൻ പറയണേ, ബോറടിക്കാൻ സമയം ഉണ്ടായിട്ടില്ല. കാര്യം ഫുള്ള് ശബ്ദമല്ലേ, തുടക്കം തൊട്ട് അവസാനം വരെ ശബ്ദം, ഒടുക്കത്തെ ശബ്ദം എന്ന് പറഞ്ഞിട്ട്. അതാണ് ആ ശബ്ദവും ഭീകരമായതുകൊണ്ട് ഇങ്ങനെ പട്ടപെട്ടാന്ന് പറഞ്ഞിട്ട് പോവല്ലേ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്കങ്ങനെ കണ്ണെടുക്കാനൊന്നും സമയമില്ല, നമുക്കിങ്ങനെ കണ്ടിരിക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ ഒരു ഹൈലൈറ്റ്. അപ്പോൾ ഇത്രക്കൊക്കെ ഉള്ളൂ. അത്ര സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യേണ്ട ഒരു കൈൻഡ് ഓഫ് സിനിമയല്ല. ഞാൻ പറഞ്ഞു, ഒരു ഫെസ്റ്റീവ് അല്ലെങ്കിൽ ഒരു വെക്കേഷൻ മൂഡൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ജില്ലായിട്ടൊക്കെ പോയിട്ടൊക്കെ വരാൻ വേണ്ടി പറ്റുന്നൊരു കൈൻഡ് ഓഫ് സിനിമയായിട്ടാണ് ഞാൻ ഇതിനെ കൺസിഡർ ചെയ്തത്. അങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ ഇതിനെ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ സിനിമ ഓക്കെ ആയിട്ടാണ് തോന്നിയത്. ഓക്കെ. പിന്നെന്താണ്, അർജുൻ ദാസിനെ കുറിച്ച് എടുത്ത് പറയണം. അയാൾ ഉഷാറാട്ടോ. അർജുൻ ദാസ് റോളക്സ്
പൊളി. ഞാൻ ഇതിന് മുമ്പ് മൂപ്പരുടെ പടങ്ങൾ കണ്ടിട്ടില്ല. മറ്റേ വിക്രത്തിൽ കണ്ടു, യെസ്. അതല്ലാതെ മൂപ്പരേനെ അങ്ങനെ ഡയറക്ടേഴ്സ് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള കൈൻഡ് ഓഫ് സിനിമകളൊന്നും ഞാൻ കണ്ടിട്ടില്ല. മേ ബി ഉണ്ടാവുമായിരിക്കും, ഞാൻ കണ്ടിട്ടില്ല. ഈ സിനിമയ്ക്കകത്ത് മൂപ്പര് നന്നായി ചെയ്തിട്ടുണ്ട്. അർജുൻ ദാസിൻ്റെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. മൂപ്പർക്ക് പറ്റിയ റോളുമാണ് മൂപ്പർക്ക് കിട്ടിയത്. ഞാൻ വിചാരിച്ചു മൂപ്പർക്ക് ഈ സീരിയസ് ആയിട്ടുള്ള പരിപാടികൾ മാത്രമേ പറ്റുള്ളൂ എന്നല്ലേ. പക്ഷെ അങ്ങനെയല്ല, സീരിയസും മൂപ്പര് ചെയ്യുന്നുണ്ട്. അതല്ലാതെ മൂപ്പർക്ക് ചെറിയ തമാശയും അല്ലെങ്കിൽ എല്ലാം പരിപാടി ഇങ്ങനെ പാഡാസ് സാധനങ്ങളൊക്കെ പുള്ളിക്ക് വഴങ്ങുന്നുണ്ട്. മറ്റേ ഡാൻസ് ഉണ്ടല്ലോ മൂപ്പരെ ഫസ്റ്റ് കാണിക്കുന്ന സമയത്തുള്ള മൂപ്പരുടെ ഡാൻസൊക്കെ നല്ല രസമാണ്. അത് മൂപ്പര് നന്നായി കളിച്ചിട്ടുമുണ്ട്. മൂപ്പർക്ക് വഴങ്ങുന്നുണ്ട്, അത്തരത്തിലുള്ള പരിപാടികളൊക്കെ മൂപ്പർക്ക് വഴങ്ങുന്നുണ്ട്. ആ ഒരു സാധനങ്ങളൊക്കെ നന്നായി പുള്ളി ചെയ്തിട്ടുണ്ട്. അർജുൻ ദാസ് അടിപൊളി. എനിക്ക് മൂപ്പരെയും ഇതിൻ്റെ അകത്ത് ഇഷ്ടപ്പെട്ടു, മൂപ്പരുടെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടു. പിന്നെ പ്രിയ വാര്യർ, എൻ്റെ അമ്മേ എന്ത് ഭംഗിയുടെ പ്രിയ വാര്യർ. പക്ഷേ ഇതിൻ്റെ അകത്ത് പ്രിയ വാര്യർ ഒരു ഡാൻസൊക്കെ ഉണ്ട്, നല്ല രസമായിരുന്നു. അത് കോഴിയായതാണെന്ന് വിചാരിക്കരുത്. എന്താണ്, ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞു. അപ്പോൾ എല്ലാവരും അങ്ങനെയല്ലേ, എല്ലാ ആൾക്കാരും അതിനെ വായ നോക്കി ചെയ്യുന്നുണ്ടാവും എന്നുള്ള കാര്യം യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അത് തെറ്റല്ലോ അല്ലേ. ഞാൻ നല്ല രീതിയിലാണ് പറഞ്ഞത്. നല്ല ഭംഗിയുണ്ടായിരുന്നു ഇതിൻ്റെ അത് അവരെ കാണാൻ. അവർ നന്നായിട്ട് ഡാൻസും ആക്ച്വലി കളിക്കുന്നുണ്ട്. അത് കൊള്ളായിരുന്നു, നല്ല ഡാൻസായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ വീണ്ടും പറയുന്നു, ആർട്ട് എനിക്കിഷ്ടപ്പെട്ടു. ലൈക്ക് അവർ അത് മാത്രമാട്ടോ, വേറെ ഒന്നുമല്ല, നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. ഞാൻ പറഞ്ഞു വരുമ്പോൾ കുറച്ചിങ്ങനെ ഫ്ലോയിൽ പറയുന്ന ഒരാളാണ്. നല്ല ഭംഗിയുണ്ട് അവരെ കാണാൻ. അപ്പോൾ അവരെ തന്നെ സ്ക്രീനിൽ കാണുമ്പോൾ നല്ല രസമായിരുന്നു, നല്ല ഭംഗിയായിരുന്നു. അവരുടെ ഡാൻസ് നന്നായി കളിച്ചിട്ടുണ്ട്, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് പ്രിയ വാര്യർ. പിന്നെ ആരാണ്, ട്രിഷ, ഭയങ്കരമായിട്ട് അഭിനയ പ്രകടനം കാഴ്ചവെക്കാനുള്ള പരിപാടികളൊന്നും ഇല്ല, കൊടുത്തത് നന്നായി ചെയ്തു. പിന്നെ സുനിലുണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ റെഡിൻ കിങ്സ്ലി. ഈ ചങ്ങാതിനെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ ഇങ്ങനെയുള്ള ഒരു എല്ലാ സിനിമയിലും ഒരേ രീതിയിലുള്ള സംസാരം ഒന്നും അങ്ങനെ ഇതിൻ്റെ അകത്ത് പോയാൽ ഓക്കെ രസമുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷേ ചില സമയത്തൊക്കെ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ഇറിറ്റേഷനായി പോകും. ചില സമയത്ത് എന്താ അറിയില്ല, പുള്ളി എല്ലാത്തിലും ഇങ്ങനെയാണ് പുള്ളി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പുള്ളിയുണ്ട്, കൊള്ളാം, കുഴപ്പമില്ല. പിന്നെന്താ, പിന്നെ ആരൊക്കെയാ, അതൊക്കെ തന്നെ, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് പടം കാണും, കൂടുതലൊന്നും പറയാനില്ല, എന്ത് പറയാനാണ്. എന്തായാലും മൊത്തത്തിലൊരു താളമേള മംഗളമായിരുന്നു ഈ ഒരു സിനിമ. വല്ലാത്ത ശബ്ദവും. എനിക്ക് ഈ സിനിമ വഴി ഇറങ്ങിയപ്പോഴേ ഒരു ലോകത്തുനിന്ന് മറ്റൊരു ലോകത്തേക്ക് ഇറങ്ങി വന്നൊരു ഫീലിംഗ് ആയിരുന്നു. മൊത്തത്തിലൊരു ശൂന്യത. സിനിമ കഴിഞ്ഞ് പുറത്തു വന്നപ്പോൾ മൊത്തത്തിലൊരു ശൂന്യത, മൊത്തത്തിലൊരു സൈലൻസ്, അങ്ങനൊരു ഫീലിംഗ് ആയിരുന്നു. അതാണ്, കൊള്ളാട്ടോ, രസമാണ്, ഇങ്ങനെ കണ്ടിരിക്കാം. അജിത്തിൻ്റെതിന് മുമ്പ് വന്ന സിനിമകൾ ഒക്കെ നമുക്കറിയാം, കുറച്ചിങ്ങനെ പതിഞ്ഞ താളപ്പരിപാടികളാണ്. പക്ഷെ ഇതിലേക്ക് വരുന്ന സമയത്ത് കുറച്ചുകൂടി ലൗഡാണ്. അത് എനിക്കത് പോസിറ്റീവായിട്ടാണ് തോന്നിയത്. അത്രയും എനർജറ്റിക് ആയിട്ടൊക്കെ ആക്ച്വലി തോന്നി. ഇനിയിപ്പോൾ വലിയൊരു ബ്രേക്ക് ആയിരിക്കും തോന്നുന്നു അജിത്തിന്. ഇനിയിപ്പോൾ എപ്പോഴാണോ അടുത്തൊരു സിനിമയും കൊണ്ട് വരുന്നത്. ഓക്കെ, ഇതിപ്പോൾ തമിഴ്നാട്ടിൽ എന്താണ് അവസ്ഥ ഉണ്ടോ, ഞാൻ റിവ്യൂസ് കണ്ടിട്ടില്ല. ഗുഡ് ബാഡ് അഗ്ലിയുടെ എങ്ങനെയുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ഇന്ന് മറ്റേ ആലപ്പുഴ ജിംഖാന കാണാൻ പോയപ്പോൾ നമ്മുടെ എബിൻ ബ്രോനെ റീലോഡ് മീഡിയനെ കണ്ടപ്പോൾ ഞാൻ മുള്ളിലെടുത്ത് ചോദിച്ചപ്പോൾ മൂപ്പര് എന്താ പറയുക, ഒരു ആവറേജ് അല്ലെങ്കിൽ ഫാൻസിന് ഇഷ്ടപ്പെടുന്ന കൈൻഡ് ഓഫ് സിനിമയാണെന്നുള്ള രീതിയിലാണ് പുള്ളി പറഞ്ഞത്. അല്ലാതെ വേറെ ആൾക്കാരുടെ അഭിപ്രായ വീഡിയോസൊന്നും ഞാൻ ആക്ച്വലി കണ്ടിട്ടില്ല. അപ്പോൾ ഏതായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറ. ദിസ് ഈസ് ഗുഡ് ബാഡ് അഗ്ലി ഫോർ മീ. ബൈ.